പിതാവിനെ ചാക്കിൽ കെട്ടി കൊറിയറിൽ അയക്കാൻ ശ്രമിച്ചു മകള്. ബാംഗ്ലൂരിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത്. ബാംഗ്ലൂർ വയ്യാളിക്കാവിൽ നിന്ന് അവിടുത്തെ ഒരു കൊറിയർ സർവീസിൽ ഒരു ചാക്കേട്ടുമായി ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി എത്തി. ചാക്കിനകത്ത് കട്ടിയായ എന്തോ സാധനമുണ്ട്. ചാക്കിൻ്റെ മുകൾ വശം അവർ കയറു കൊണ്ട് കെട്ടി മുറുക്കിയിരുന്നു. ഏതായാലും അത് കൊണ്ടുവന്നത് ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും, ഭർത്താവിൻ്റെ അനിയനും, ഭർത്താവിൻ്റെ അമ്മയും ഒക്കെ ചേർന്നാണ് അവിടെ ഈ ചാക്കുകെട്ട് കൊറിയർ സർവീസിൽ കൊണ്ടുവന്നത്. ഏതായാലും കൊറിയർ സർവീസിലെ ജീവനക്കാർ ഈ ചാക്കുകെട്ട് എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ മിണ്ടാതെ നിന്നിവർ ഇതൊന്ന് അയക്കണം. അത് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അവർക്ക് പൊക്കി നോക്കിയിട്ടും പൊക്കാൻ പറ്റാതെ, ഒരാൾക്ക് പൊക്കി നോക്കിയിട്ട് പൊക്കാൻ പറ്റാതെ വന്നു. അവർ 2-3 പേര് കൂടി പൊക്കി എന്താണെന്ന് ചോദിച്ച് മിണ്ടായിരുന്നപ്പോൾ അവർ ആ കെട്ടഴിച്ച് അതിനകത്ത് എന്താണെന്ന് നോക്കിയപ്പോഴാണ് ഒരാളെ അതിനകത്ത് ഇരിക്കുന്നത് കണ്ടത്. അവർ ഇത് അയക്കാൻ പറ്റില്ല, പക്ഷേ ആ പെൺകുട്ടിയും മറ്റും വന്നവരും ഇത് അയച്ചേ പറ്റുള്ളൂ കൊറിയറിൽ എന്ന് നിർബന്ധം പിടിച്ചു. ആ സംസാരം അങ്ങ് പോയി. അതൊക്കെ ആ കുട്ടി മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഇത് അയക്കണം എന്ന് പറഞ്ഞപ്പം നിവൃത്തിയില്ലാതെ കൊറിയർ കമ്പനിക്കാർ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. പോലീസ് വന്നു കഴിഞ്ഞപ്പോൾ ഇടപെട്ടു. അപ്പോഴാണ് ഇതൊരു വീഡിയോ റീലാണ്, അതിനു വേണ്ടിയാണ് അപ്പനെ ചാക്കിനകത്ത് കെട്ടി കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അതിന് മകളും മകളുടെ ഭർത്താവും ഉണ്ട്, ഭർത്താവിൻ്റെ ബ്രദറും ഉണ്ട്, ഭർത്താവിൻ്റെ അമ്മയൊക്കെ ഉണ്ട്. 3-4 പേരാണ് ഇത് കൊണ്ടുവന്നത്. വളരെ കൗതുകരമായ ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ചാക്കിനകത്ത് അവർ റീലിടാൻ വേണ്ടിയിട്ടാണെങ്കിലും സ്വന്തം പിതാവിനെയാണ് ചാക്കിനകത്ത് കെട്ടിക്കൊണ്ട് വന്നതെന്ന് ആലോചിച്ചോണം. ഏതായാലും പോലീസ് എത്തി. ഇവരെ ഈ കളി അത്ര നല്ലതല്ല, അവരെ വാൺ ചെയ്ത് വിട്ടു എന്നാണ് പറയുന്നെങ്കിലും അങ്ങനെ ഒരു കൊറിയറിൽ ഒരു മനുഷ്യനെ, ജീവനുള്ള മനുഷ്യനെ കെട്ടി അയക്കുന്നത് റാഷ് ആൻഡ് നെഗ്ലിജന്റ് ആക്റ്റാണ്. പോലീസ് അത് ക്ഷമ പറയാൻ പാടില്ല, അവരെ അറസ്റ്റ് ചെയ്ത് ആ കേസ് രജിസ്റ്റർ ചെയ്യണമായിരുന്നു. കാരണം ഒരു മനുഷ്യനെ, ഒരു അറ്റംപ്റ്റ് ടു മർഡർ തൻ്റെ വക്കീലല്ലേ എത്തിയുള്ളൂ. കാരണം അതിൻ്റെ അകത്തിരുന്ന് ശ്വാസം കിട്ടാതെ മരിച്ചു പോകാം, അല്ലെങ്കിൽ അസുഖമുള്ള ആളാണെങ്കിൽ പെട്ടെന്ന് മരിച്ചു പോകും. ഏതായാലും പിതാവും ആ കളിക്ക് സമ്മതിച്ചിരിക്കണം, അല്ല ഭീഷണിപ്പെടുത്തിയിട്ടാണോ ഈ ചാക്കിനകത്ത് കയറി എത്തിയത് എന്ന് നമുക്കറിയാൻ ഒക്കില്ല. അവർക്ക് അതിൻ്റെ ഒരു റീൽ ഇട്ടാൽ അതിൽ നിന്ന് വല്ല പൈസ കിട്ടുമെന്ന് മോഹിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഇത് വലിയ വാർത്താ പ്രാധാന്യമുള്ള സാധനമാണ്, കളിക്കാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ. സ്വന്തം പിതാവിൻ്റെ ജീവനാണ് നഷ്ടപ്പെടാൻ പോകുന്നത് എന്നവർ ചിന്തിക്കുന്നില്ല. ഇത് അയക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു അവർക്ക്. കാരണം ചാക്കിനകത്ത് എന്തായാലും വീട്ടിൽ നിന്ന് ഒരാളെ, ജീവനൊരാളെ ചാക്കിനകത്താക്കി കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എപ്പം വേണേലും ഒരു മരണം സംഭവിക്കാം. അത് പോലീസ് മനസ്സിലാക്കി ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണമായിരുന്നു, ഇവർക്കെതിരായി കേസ് രജിസ്റ്റർ ആയിരുന്നു. അതെന്തായാലും ഉണ്ടായില്ല. ഏതായാലും ഇത് ഇന്ത്യ മുഴുവൻ വലിയ വാർത്താ പ്രാധാന്യം വന്നു. കാരണം ഇങ്ങനെ ആരും ചിന്തിച്ചിട്ടില്ല. പണം ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം പിതാവിനെ തന്നെ ഈ രീതിയിലുള്ള ഒരു ചാക്കിനകത്താക്കി അപകടകരമായ സിറ്റുവേഷനിൽ കൊണ്ടുവന്ന് കൊറിയർ സർവീസ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇത് കാറിനകത്ത് ആണ് കൊണ്ടുവന്നത്. അതിനകത്ത് ആ കൊറിയർ ഓഫീസിൽ എടുത്തു വെക്കാനായിട്ട് 2-3 പേരുടെ സഹായം വേണം. അതുകൊണ്ടാണ് ആ പെൺകുട്ടി ഭർത്താവിനെയും, ഭർത്താവിൻ്റെ സഹോദരനെയും, ഭർത്താവിൻ്റെ അമ്മയും അവരുൾപ്പെടെയുള്ളവരാണ് ഇതെടുത്ത് ആ കൊറിയർ സർവീസിൽ വെച്ചത് തന്നെ. ഏതായാലും അവർക്കത് സംശയം തോന്നി, ഇത്ര വെയിറ്റുള്ള സാധനം എന്താണെന്ന് ചോദിച്ചപ്പോൾ മിണ്ടാതിരുന്നു. എന്തായാലും ഇതുപോലെയുള്ള വട്ടുപിടിച്ച ആൾക്കാർ ധാരാളം സ്വന്തം വീട്ടുകാരുടെ ജീവൻ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള റീലുകൾ ചെയ്യുന്നത്, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നത്, അത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഏതായാലും ഈ വാർത്തയ്ക്കും ഇന്ത്യയിൽ മുഴുവൻ വലിയ പ്രാധാന്യം കിട്ടി എന്നുള്ളതാണ് ആ വാർത്തയുടെ സവിശേഷത.